അന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ വിറപ്പിച്ച മുതൽ. എന്നാലും ഇവരെങ്ങനെ അവിടെ എത്തി? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തി. ശരിയാ, ഇത് ആ ആൻറ്റി തന്നെയാ. പവിയേട്ടൻ എന്തോ പറഞ്ഞ് അങ്ങോട്ട് പോയി. മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആൻറ്റി എന്നോട് ചോദിച്ചു. അത് ഞാനും അമ്മയും ഒരു അനിയത്തിയുമാണുള്ളത്, ഞാൻ പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ആൻറ്റി വീടിൻ്റെ അകത്തേക്ക് പോയി. ഞാൻ വേഗം അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. ബൈക്ക് ഒരു സൈഡിൽ നിർത്തി ഫോൺ എടുത്ത് ശോഭേച്ചിക്ക് വിളിച്ചു. ആദ്യ റിങ്ങിൽ ശോഭേച്ചി കോൾ എടുത്തില്ല. ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ശോഭേച്ചി കോൾ എടുത്തു. ഹലോ, എന്താടാ വിളിച്ചേ? ശോഭേച്ചി ചോദിച്ചു. അത് പിന്നെ രാജേട്ടൻ്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചു തരുമോ? ഏത് ഫോട്ടോസ്? അത് ചേച്ചി, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടില്ലേ, അതിലെ ഫോട്ടോസ്. എടാ, അത് രാജേട്ടൻ്റെ ഫോണിലല്ലേ, അത് ഞാനിപ്പോൾ എങ്ങനെ നിനക്ക് അഴക്കുക? അല്ല ചേച്ചി, അന്ന് നോക്കിയപ്പോൾ ചേച്ചിയുടെ ഫോട്ടോസ് അല്ലാതെ വേറെ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. എന്താടാ, എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. അതിലാരെങ്കിലും ചേച്ചിക്ക് അറിയുമോ? അതിൽ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആരാ അവിടെയൊക്കെ? ചേച്ചിക്ക് അറിയാവുന്നവർ ആരെങ്കിലും ആണോ? ആ, ഒരുത്തി രാജേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ, ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുത്തി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവളാ. ചേച്ചി ഒരു കാര്യം ചെയ്യുമോ? ഇനി രാജേട്ടൻ്റെ ഫോൺ കിട്ടുമ്പോൾ അതിലുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? എന്തിനാടാ നിനക്കിപ്പോൾ അതെല്ലാം? അതൊന്നും എടുത്ത് അഴക്കാൻ എനിക്കറിയില്ലടാ. നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നെടുത്തോ. ഞാനിപ്പോൾ പോവാ, രാജേട്ടൻ ഇപ്പോൾ വരും. പിന്നെ ഇങ്ങോട്ടിങ്ങനെ വിളിക്കല്ല കേട്ടോ, രാജേട്ടൻ ഉണ്ടാവും ഇവിടെ. ആ ശരി ചേച്ചി, ഞാൻ വിളിക്കുന്നില്ല. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നു. ഞാൻ ബൈക്ക് നിർത്തി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി. അനിയത്തിയായിരുന്നു അത്. ഇവളെന്തിനാ ഈ ടൈമിലിപ്പോൾ എന്നെ വിളിക്കുന്നത്? ഞാൻ വേഗം കോൾ എടുത്തു. ഹലോ ചേട്ടാ, ചേട്ടൻ എവിടെയാ? വരാറായില്ലേ? ആ, ഞാൻ വന്നുകൊണ്ടിരിക്കാടി. എന്താടി, എന്താ പ്രശ്നം? അത് ചേട്ടാ, അമ്മ ഇന്നും പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? എങ്ങോട്ട്? അണ്ണൻ്റെ കൂടെയോ? ഞാൻ ചോദിച്ചു. അതെ ചേട്ടാ, അമ്മ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? അല്ലടി, ഈ സമയത്ത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അമ്മ അങ്ങോട്ട് പോകുന്നത്? അമ്മയ്ക്കയാളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു. ആ, കൊള്ളാം, നല്ല ഐഡിയ. എൻ്റെ ചേട്ടാ, വീടിൻ്റെ മുകളിൽ അയാളുടെ ഭാര്യ മകളും ഉണ്ടാകുമ്പോൾ അയാൾ എങ്ങനെ വരാനാ? അവർ വല്ലതും കണ്ടാലോ? എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് വല്ലതും പൊക്കൂടെ? നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കി എന്തിനാ ഇത്രയും വൈകുന്നത്? എടാ മണ്ട, അതിനാണ് പറയുന്നത് തലയിൽ വല്ലതും വേണമെന്ന്. ഉച്ചയ്ക്കൊക്കെ അവിടെ വീട് പണിക്കാരുണ്ടാകില്ലേ, അവർ പോകണമെങ്കിൽ 4-5 മണിയാകില്ലേ? അവൾ പറഞ്ഞു. ഓ, അത് ശരിയാ. അല്ലടി, നീ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? ആ, അതാണ് ഞാൻ. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ പോകും. എനിക്കിന്ന് എന്തായാലും കാണണം. നീ ഒറ്റയ്ക്ക് പോകാനോ? അതെങ്ങനെ? അങ്ങോട്ട് കുറച്ച് പോകാനുണ്ടല്ലോ. ആ, അതൊക്കെ ഞാൻ ആരെങ്കിലും വിളിച്ച് പൊക്കോളാം. എനിക്കെന്തായാലും ഇന്നതൊക്കെ ഒന്ന് കാണണം. എന്താടി, നിൻ്റെ സ്വന്തം തള്ളയല്ലേ, അതൊക്കെ വേണോ? ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഇന്നലെ തള്ളയുടെ അനിയത്തിൻ്റെ അടുത്തല്ലായിരുന്നോ നീ? അപ്പോൾ ഇതൊന്നും തോന്നിയില്ലേ? അവൾ ചോദിച്ചു. ഡീഡി, ഒന്ന് പോടി കളിയാക്കാതെ. ചേട്ടൻ വരുന്നുണ്ടോ ഇല്ലയോ അതറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ. വേഗം പറ. ഓക്കെ, ഞാൻ വരാം. പക്ഷേ അമ്മ ഇറങ്ങിയോ? ഇല്ല, ഇപ്പം ഇറങ്ങും. അമ്മ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം. അതെങ്ങനെ? അമ്മ ചോദിക്കില്ലേടി എങ്ങോട്ടാണെന്ന്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ സമ്മതിച്ചു പോകാൻ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ സമ്മതിച്ചു. അമ്മയും അണ്ണനും അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ പോയി ഒളിഞ്ഞിരിക്കണം, എന്നാലേ വല്ലതും കാണാൻ പറ്റൂ. എടി, അത് എവിടെ പോയി ഒളിഞ്ഞിരിക്കാനാ? അന്ന് തന്നെ നിനക്കറിയില്ലേ നമ്മൾ പുറത്തിരുന്ന കാര്യം?
ആ അതൊക്കെ എനിക്കറിയാം. ചേട്ടൻ വേഗം വാ, മതി സംസാരിച്ചത്, അമ്മ ഇപ്പോൾ ഇറങ്ങും, അവൾ പറഞ്ഞു. ആ ശരിയടി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് കത്തിച്ചു വിട്ടു. വീട്ടിലെത്തി ഞാൻ കണ്ടത് അമ്മ മുകളിലുള്ള ചേച്ചിയുമായി സംസാരിച്ച് നിൽക്കുന്നതാണ്. അമ്മയൊരു പുതിയ സാരിയാണ് വേഷം, ചേച്ചി ഒരു മാക്സിയും. എന്നെ കണ്ട ചേച്ചി ചെറിയ നാണത്തോടെ ഒന്ന് ചിരിച്ചു. ഞാൻ അങ്ങോട്ടും ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ല, ചേച്ചിക്ക് ഇവൻ്റെ കൂടെ പോയാൽ പോരെ? ചേച്ചി അമ്മയോട് ചോദിച്ചു. ഏയ് അത് വേണ്ട, ഞാൻ പൊക്കോളാം, ഇവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്, അമ്മ ചേച്ചിയോട് പറഞ്ഞു. ഞാൻ ഒന്നും അറിയാത്ത പോലെ അമ്മയോട് ചോദിച്ചു. അല്ല, അമ്മ എവിടെ പോകുന്നു? എടാ, ഞാൻ നമ്മുടെ സുനിത ചേച്ചിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, അവരെ ഒന്ന് കാണാൻ പോവാ, അമ്മ പറഞ്ഞു. ഏത് സുനിത ചേച്ചി? ഞാൻ ആലോചിച്ചു. ആ എന്തെങ്കിലും ആകട്ടെ, ഞാൻ ആന്നും പറഞ്ഞ് വേഗം വീടിൻ്റെ അകത്തേക്ക് നടന്നു. ചേട്ടാ പോയാലോ? അനിയത്തി ഓടി വന്ന് ചോദിച്ചു. ഡി, വല്ല പ്രശ്നമാകുമോ? എനിക്ക് പേടിയാവുന്നു, ഞാൻ പതിയെ അവനോട് ചോദിച്ചു. ഇതൊക്കെ ഒരു രസമല്ല ചേട്ടാ, വാ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു മിനിറ്റടി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, ഇനി അവിടെ ചെന്നാൽ അതിനൊന്നും പറ്റില്ലല്ലോ. ആ എന്നാ വേഗം പോയിട്ട് വാ, അവൾ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്ന് അവളെയും ബൈക്കിൽ കയറ്റി അണ്ണൻ്റെ വീട് വഴി നടക്കുന്ന ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഡി, ചേച്ചി എന്നെ നോക്കുന്നത് നീ കണ്ടോ? നീ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതുവരെ നടന്നില്ലല്ലോ, ഞാൻ ചോദിച്ചു. എൻ്റെ ചേട്ടാ, ഇതല്ല, ഇതിനേക്കാൾ വലുത് ഞാൻ ചേട്ടന് സെറ്റാക്കി തരും, ചേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി. ആ അതൊക്കെ ഞാൻ നിൽക്കാം, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അവൾ എന്നോട് ചോദിച്ചു. അല്ലടി, നമുക്കിന്ന് അങ്ങോട്ട് പോകണോ അതോ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണോ? അതെന്തിനാ? അല്ല, എന്തായാലും അണ്ണൻ അമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ ആ സമയം നോക്കി ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയാലോ? ആ അങ്ങോട്ട് ചെന്ന് കൊടുക്ക്, ചേച്ചിയുടെ മകള് കാണും അവിടെ, വെറുതെ വേണ്ടാത്ത പണിക്ക് പോവണ്ട, അതൊക്കെ നല്ല സമയം നോക്കി ഞാൻ ചേട്ടന് സെറ്റാക്കി തരില്ലേ? അല്ലടി, നമ്മളവിടെ കാത്തു നിന്നിട്ട് അമ്മയും അണ്ണനും അങ്ങോട്ട് വന്നില്ലെങ്കിലോ? ഓ ചേട്ടാ, ആ കരുനാക്ക് കൊണ്ട് ഒന്ന് മിണ്ടാതെ നിന്നേ, അതൊക്കെ വരും, പിന്നെ അവർ എങ്ങോട്ട് പോവാനാ? അവൾ ചോദിച്ചു. അതൊക്കെ ശരിയാടി, എന്നാലും അമ്മയ്ക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് വേണ്ടേ? ഇങ്ങനെയുണ്ടോ ഒരാർത്തി? അത് പിന്നെ ചേട്ടാ, അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചില സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയാ, എല്ലാം എത്ര കിട്ടിയാലും മതിയാകില്ല. പിന്നെ ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, മറന്നോ? എന്ത്? ആ അബ്ബാസിക്കയുടെ കാര്യമോ? അയ്യോ, അബ്ബാസിക്ക അല്ല, അഷ്റഫിക്ക. ആ ഞാൻ മറന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ചേട്ടൻ ആലോചിക്കുമ്പോഴേക്കും അയാൾ ചിലപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെ പോവും. ഓ അങ്ങനെ പോണെങ്കിൽ അങ്ങോട്ട് പോട്ടേടി, അല്ല പിന്നെ. അപ്പോൾ ചേട്ടന് ഐഫോൺ വേണ്ടേ? ആ അത് വേണം. ഡി, വീടെത്തി, ബൈക്ക് എവിടെ നിർത്തും? ഞാൻ ചോദിച്ചു. അത് ആ വീടിൻ്റെ ബാക്കിലേക്ക് വിട്ടോ, അവിടെ എവിടെയെങ്കിലും നിർത്താം. അല്ലടി, അവർ കാണില്ലേ ബാക്കിൽ നിർത്തിയാൽ? നമുക്ക് റോഡിൽ എവിടെയെങ്കിലും നിർത്തിയാൽ പോരെ? വേണ്ട ഏട്ടാ, നമുക്ക് വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഇടാം, അവരങ്ങോട്ടൊന്നും വരില്ല. അങ്ങനെ ഞാൻ നേരെ ആ വീടിൻ്റെ ബാക്കിലേക്ക് പോയി. അവിടെ ഒരു മതിലിനോട് ചാരി ഞാൻ ബൈക്ക് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പാതി പണി കഴിഞ്ഞ ആ വീട്ടിലേക്ക് നടന്നു. ഡി, നീ ഇവിടെ നിന്നോ, ഞാൻ പോയി കതക് തുറക്കാം, എന്നിട്ട് നീ വന്നാൽ മതി. അങ്ങനെ ഞാൻ പോയി തൽക്കാലത്തിന് വെച്ച ആ കതക് തുറക്കാൻ നോക്കി, പക്ഷെ ആ കതക് ലോക്കായിരുന്നു. ഞാൻ വേഗം അവിടുന്ന് പുറകിലേക്ക് പോയി. അവിടെയും താൽക്കാലികമായി വെച്ചൊരു കതകായിരുന്നു, പക്ഷെ ആ കതകിൽ ലോക്കില്ലായിരുന്നു, ഒരു കയറുകൊണ്ട് കെട്ടിവെച്ച് നിർത്തിയിരിക്കുന്നു. ഞാൻ വേഗം ആ കയറെല്ലാം അഴിച്ചെടുത്തു, അനിയത്തിയുമായി വീട്ടിലേക്ക് കയറി. ഡി, നമ്മളിപ്പോൾ എവിടെ ഒളിഞ്ഞിരിക്കും? ഞാൻ അവളോട് ചോദിച്ചു. എന്തായാലും ഇവിടെ ഇരിക്കണ്ട, നമുക്ക് മുകളിലേക്ക് പോവാം, അവരന്ന് മുകളിലെ റൂമിലായിരുന്നല്ലോ. ആ അത് ശരിയാ. അങ്ങനെ ഞങ്ങൾ അതും പറഞ്ഞ് മുകളിലേക്ക് കയറി.
മുകളിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാം പരന്നു കിടക്കുന്നു. അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല. ഡി, ഇവിടെ വെച്ച് എങ്ങനെയാടി അവരതൊക്കെ ചെയ്യുന്നത്? ഫുൾ അലമ്പായി കിടക്കാണല്ലോ. ആ ശരിയാ, ഇവിടെ വെച്ച് എങ്ങനെയാണെന്നാവോ അതിനൊക്കെ പറ്റുന്നത്. കുറേ മരത്തടിയും കല്ലുകളും. ഇതിലും നല്ലത് അവർക്ക് ആ പറമ്പിൽ വല്ലതും പോയാൽ പോരെ. ഡി, അവർ വരുന്നുണ്ട്. കാറിൻ്റെ സൗണ്ട് കേട്ടോ? അതെ ചേട്ടാ, വരുന്നുണ്ട്. അവരിപ്പോൾ എങ്ങോട്ടാ വരിക? നമ്മുടെ അടുത്തേക്കായിരിക്കോ? എടി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഇങ്ങോട്ട് വാ, റൂമിൽ പോയി ഒളിഞ്ഞിരിക്കാം. ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറി. അവിടെ കുറേ പെട്ടികളും ഒരു ബ്ലൂ കളർ വാട്ടർ ടാങ്കും പിന്നെ ജോലിക്കാരുടെ ഡ്രസ്സുകളും വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അവളെയും കൂട്ടി ആ വാട്ടർ ടാങ്കിൻ്റെ പുറകിലേക്ക് പോയിരുന്നു. ചേട്ടാ, അവരിങ്ങോട്ടുള്ളതും വരുമോ? ആ, എനിക്കറിയാൻ പാടില്ല. അല്ല, നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. അവക്കപ്പോൾ ലൈവായി കാണണം. കണ്ടോ? നല്ലപോലെ കണ്ടോ? ഓഫ്, ഒന്നും മിണ്ടാതിരി ചേട്ടാ, ചൂടാവല്ലേ. പിന്നൊരു കാര്യം, നമ്മളെ വല്ലതും അവർ കണ്ട ഞാനോടും. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ പിന്നെ ഈ നാട്ടിലേ കാണില്ല. ഞാൻ നാട് വിടും, നോക്കിക്കോ. ഞാൻ പറഞ്ഞു. ഓഫ്, ഇങ്ങനൊരു പേടിത്തൊണ്ട്. എനിക്ക് ആ ദീപുവിൻ്റെ കൂടെ എങ്ങാനും വന്നാൽ മതിയായിരുന്നു. ഡി, അവർ വരുന്നുണ്ട്. അയ്യോ ചേട്ടാ, ഇങ്ങോട്ടാണല്ലോ. മിണ്ടല്ലേടി, ഈ റൂമിലേക്കൊന്നും അവർ വരില്ല. ഇവിടെ എവിടെയാ അതിനുള്ള സ്ഥലം? ദാ അമ്മ റൂമിലേക്ക് പോകുന്നു. എവിടെ? ഞാൻ കണ്ടില്ല. നോക്കല്ലേ, അമ്മ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണും. അല്ല ചേട്ടാ, അണ്ണൻ എവിടെ? അതാടി ഞാനും നോക്കുന്നത്. എവിടെ? കാണുന്നില്ലല്ലോ. ദാ വരുന്നടി, അണ്ണൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എവിടെ? ഞാൻ നോക്കട്ടെ. വേണ്ട, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണും. എടി, കുറേ ചാക്കുകളാണല്ലോ. ഓ, അപ്പോൾ ഇതിട്ടായിരിക്കുമല്ലേ പരിപാടി. കൊള്ളാം, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ പതിയെ അവളോട് പറഞ്ഞു. എവിടെ ഏട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ പറഞ്ഞു. ഓ, ഒന്നും മിണ്ടാതേടി, ഇപ്പോൾ നോക്കിയാൽ അവർ കാണും. തുടങ്ങട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ നേരെയുള്ള റൂമിലാണ് അവരുള്ളത്. കഥകില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ കാണുന്നുണ്ട്. അണ്ണൻ ആ ചാക്കുകളെല്ലാം അവിടെ വിരിക്കാൻ തുടങ്ങി. ഈ സമയം അമ്മ അവിടെയുള്ള കല്ലിൻ്റെ പൊട്ടുകളെല്ലാം എടുത്തു മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ചാക്കുകൾ താഴേക്കിട്ട് അണ്ണൻ നേരെ ഞങ്ങളിരിക്കുന്ന റൂമിലേക്ക് നോക്കി. ഞാൻ ടാങ്കിൻ്റെ ബാഗിലേക്ക് തല മാറ്റി. ഡി, അണ്ണൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു. അയ്യോ ഏട്ടാ, പണിയാകുമോ? ആ, എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും. എടി, അണ്ണൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടോ? അതേടി, ഒന്ന് മിണ്ടാതിരി. ഞാനും അവളും അവിടെ പതിഞ്ഞിരുന്നു. അണ്ണൻ നേരെ ഞങ്ങളിരിക്കുന്ന റൂമിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് വിറച്ചു. പെട്ടെന്ന് അണ്ണൻ വന്ന് അവിടെ വെച്ചിരുന്ന 2-3 കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അങ്ങോട്ടേക്ക് പോയി. ഭാഗ്യമെന്ന് പറയാലോ, റൂമിലെ ഇരുട്ടും ജോലിക്കാരൻ ഡ്രസ്സുകളിടയിൽ അണ്ണൻ ഞങ്ങളെ കാണാൻ പറ്റിയില്ല. അണ്ണൻ ആ ബോക്സ് കൊണ്ടുപോയി കീറി മുറിച്ച് ആ ചാക്കിൻ്റെ മുകളിൽ വിരിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അവരെല്ലാം ആരംഭിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഇനിയിവിടെ നടക്കുന്ന ഭാഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് ഇപ്പോൾ അണ്ണനും അമ്മയും കൂടി ചെയ്യുന്നത് ഇവർ രണ്ടുപേരും കാണുന്നത് എന്തൊക്കെയായിരിക്കും എന്ന് കേൾക്കാൻ. അപ്പോൾ അത് കേൾക്കാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിലൊരു കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.